ഇതാ ചെമ്മീൻ നോക്കൂ, ഇത് കുറച്ച് നാളായിട്ട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ചെമ്മീൻ 2 പാക്കറ്റ് മേടിച്ചു, ചെറിയ പാക്കറ്റുകൾ കേട്ടോ. അത് നല്ല പോലെ വാഷ് ചെയ്തു. വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളം തോർത്തി ഇതാ പ്ലേറ്റിലിട്ടു കേട്ടോ. പ്ലേറ്റിലിടുക. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വെച്ചാൽ ഇനി നമുക്ക് ആ ഫ്രൈങ് പാൻ അടുപ്പിൽ വെക്കണം. ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചു. വെള്ളം വറ്റി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞാൽ ഈ വാർന്ന് വെച്ചിരിക്കുന്ന വാലാൻ വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലിട്ടു. ചെമ്മീനുകൾ അതിലിട്ടു. ക്ലീൻ ചെയ്ത ചെമ്മീനാണ് കേട്ടോ. അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ? ഇനി അത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഉപ്പിട്ടോളൂ. ഉപ്പ് നമുക്ക് കണക്കിന് പിന്നെ ഇടാം. വെളുത്തുള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ഇട്ടു. നല്ല പോലെ വഴറ്റി കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് തേങ്ങ ഇടാം. പിന്നെ കറിവേപ്പില ഇടാം. തേങ്ങ ഇടാം. തേങ്ങ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇട്ടാൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. തേങ്ങ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒരു നിർബന്ധമില്ല തേങ്ങ ഇടാം. ഞാൻ കുറച്ച് തേങ്ങ ഇട്ടു. ഇതാ കറിവേപ്പില ഇട്ടു. സബോള ഇട്ടു. സബോള ഞാൻ ഇട്ടു. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ്. നല്ല പോലെ വഴറ്റുക. വഴറ്റി 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 ചുമന്ന കളറ്, അതായത് ബ്രൗൺ കളറാവണം. ആ ക്രിസ്പി ആയിട്ട് കിട്ടണം ഈ ചെമ്മീനുകൾ. അങ്ങനെയാകുമ്പോൾ വരെ വഴറ്റണം. കണ്ടോ? എണ്ണയൊന്നും ഇല്ല. കണ്ടോ? ഇനി അത് വഴന്നു. അതിൽ കുറച്ച് മുളക് പൊടി ഇടുക, ഇത്തിരി മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇടുന്നത് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടണം. ചെമ്മീൻ ചമ്മന്തി ഇല്ലേ, അപ്പം അതിന് വേണം കേട്ടോ. മുളക് പൊടി ഇട്ടു. ഞാൻ മുളക് ഇട്ടില്ല. മുളക് ഇടാൻ ഞാൻ ആദ്യം ഇടണം എന്ന് ചെയ്തില്ല. അത് കാരണമാണ് മുളക് പൊടി ഇട്ടത് കേട്ടോ. നിങ്ങൾക്ക് മുളക് ഇട്ട് വറക്കാം കേട്ടോ. എന്നിട്ട് ചെയ്യാം. എന്താ ചുമയിരിക്കണം നോക്കൂ. അപ്പോൾ ഒന്ന് ചെയ്തേ ഉള്ളൂ. ഒന്ന് പൾസ് ചെയ്തെടുത്തു. ഇതാ ചെമ്മീൻ ചമ്മന്തിപ്പൊടി തയ്യാറായി. അതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ നമുക്ക്. കാണുമ്പോൾ ഭയങ്കര ടെംപ്റ്റേഷൻ ഉണ്ട്. കാണുമ്പോൾ കഴിക്കാൻ നല്ലോണം തോന്നുന്നുണ്ട്. നോക്കൂ, ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ചെമ്മീൻ ചമ്മന്തി. എന്താ ഇത് സ്വാദം അറിയും. നമുക്ക് ചെമ്മീൻ അസലായിട്ട് വാഷ് ചെയ്ത് നല്ലോണം വെള്ളം തോർത്തി ഫ്രൈങ് പാനിലിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ വറുത്ത് കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ അതുപോലെ ഇതൊക്കെ കൂടി വറുത്ത് തേങ്ങ ഒക്കെ ഇട്ട് വറുക്കുക. നല്ലോണം ക്രിസ്പി ആയിട്ട് വറുത്തതിന് ശേഷം അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് അതിന് ചൂടാറിട്ടു ഒന്ന് തരിതരിപ്പായിട്ട് പറിച്ചു. ഞാനൊന്ന് തരിച്ചു. അങ്ങനെ ആകുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റ്. നാളികേരം ഇടാൻ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇട്ടു കുറച്ച്. നല്ല ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ സ്വാദ് കാരണമാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം. ഈ ചെമ്മീൻ ചമ്മന്തി കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ആയിട്ട്.